നമസ്കാരം. ഞാൻ ഒരു പെൺകുട്ടിയാണ്, പോരാടാൻ ഒരുങ്ങുകയാണ്. ഹസ്രത്തിൽ പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ആ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി സീറ്റൊഴിയുമ്പോൾ അവിടേക്ക് മത്സരിക്കാൻ എത്തുന്നു പ്രിയങ്ക ഗാന്ധി. ഇന്ത്യ സഖ്യം വിജയപ്രതീക്ഷയിൽ അവരുടെ മുന്നോട്ടു പോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിനാകെ ആവേശവും പ്രതീക്ഷയും നൽകിക്കൊണ്ട് വയനാട്ടിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. പ്രിയങ്കയുടെ കന്നി മത്സരത്തിന് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് നേതാക്കൾ രംഗത്തെത്തിക്കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രിയങ്ക വയനാട്ടിലെത്തുമ്പോൾ. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എൻകൗണ്ടറിൽ ഇന്ന് നമ്മുടെ അതിഥികൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജിൻഡോ ജോൺ, BJPയുടെ ശ്രീ JR പത്മകുമാർ, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവരാണ്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപേ വിജയകുമാർ, ഞങ്ങളുടെ പ്രതിനിധി, ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഈ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളുമായി ഒപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, വളരെ വലിയ ഒരു സസ്പെൻസ് നിലനിർത്തിയ ശേഷമാണ് വയനാടാണ് രാഹുൽ ഗാന്ധി ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും റായ്ബറേലി നിലനിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുമുള്ള വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കാണ്, ഞാൻ ഒഴിയുകയാണെങ്കിലും ശക്തമായ ഒരു സാന്നിധ്യം വയനാട്ടിൽ ഉണ്ടാകുമെന്ന്. ആ വാക്ക് പാലിക്കപ്പെടുകയാണല്ലോ. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരമാണ്. വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുന്നു. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ചലനങ്ങൾക്കായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിക്കാൻ പോകുന്നത്? ഗോപി, യഥാർത്ഥത്തിൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചേക്കുമെന്ന് തുടക്കത്തിലൊക്കെ ചില സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവിടെ പ്രാദേശിക നേതാക്കൾ മത്സരിച്ചാൽ മതി എന്ന് കോൺഗ്രസ് നേതൃത്വം ഒരു നിർദ്ദേശം നൽകി എന്ന മട്ടിലായിരുന്നു ചില റിപ്പോർട്ടുകളൊക്കെ വന്നത്. പ്രിയങ്ക ഗാന്ധി അവിടെ മത്സര രംഗത്തേക്ക് ഉണ്ടാകില്ല എന്നതായിരുന്നു ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറിലൊക്കെ പൊതുവെ മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുകയും ഒക്കെ ചെയ്തത്. രാഷ്ട്രീയ നിരീക്ഷകരും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അങ്ങനെ ഒരുപക്ഷെ വളരെ ഉയർന്ന ടോപ്പ് ലീഡർഷിപ്പിനൊഴികെ താഴോട്ടൊന്നും അത്തരത്തിലുള്ള യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. മറ്റു പല പേരുകൾ, ഇപ്പോൾ K മുരളീധരൻ അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചന, T സിദ്ദീഖിൻ്റെ ഒക്കെ പേരുകളാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിരുന്നത്. ഒരുപക്ഷെ അപ്രതീക്ഷിതമായാണ് അവിടെ പ്രിയങ്ക ഗാന്ധിയുടെ പേര്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഒഴിയും, റായ്ബറേലി നിലനിർത്തും, തെരഞ്ഞെടുപ്പാകുമ്പോൾ ഉചിത സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ പ്രഖ്യാപിക്കും എന്ന് മാത്രം, അത്തരമൊരു തീരുമാനം മാത്രമേ ഇന്ന് ഹൈക്കമാൻഡിൽ നിന്നുണ്ടാകുമെന്നാണ് പൊതുവെ എല്ലാ മാധ്യമങ്ങളും കരുതിയത്. അല്ലെങ്കിൽ ന്യൂസ് റൂമുകളൊക്കെ അങ്ങനെ തന്നെയാണ് കരുതുകയും ഒക്കെ ചെയ്തത്. പക്ഷേ വളരെ പെട്ടെന്നൊരു തീരുമാനം. ആദ്യം തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, വയനാട് ഉപതെരഞ്ഞെടുപ്പിന് പ്രിയങ്ക ഗാന്ധിയെ പ്രഖ്യാപിച്ചു. ഒരു ചുവടല്ല, കുറേ ചുവട് മുന്നിലെത്തിയിരിക്കുന്നു. 2-3 തരത്തിൽ ഈ തീരുമാനത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഗോപി. ഒന്ന്, ഈ വയനാട് രാഹുൽ ഗാന്ധി രാജിവെക്കുന്നതോടെ വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ വഞ്ചിച്ചു, ചതിച്ചു തുടങ്ങിയ പരാമർശങ്ങൾ അതിപ്പോൾ LDFിൽ നിന്നോ BJPയിൽ നിന്നോ ഒക്കെ വരാൻ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ പരാമർശമുണ്ടാകാൻ സാധ്യതയുള്ള മേഖലകളിൽ അതിശക്തമായ പ്രതിരോധമാണ് ഈ തീരുമാനത്തിലൂടെ കോൺഗ്രസ് തീർക്കുന്നത്. ഇനിയിപ്പോൾ രാഹുൽ വയനാടിനെ വഞ്ചിച്ചു എന്ന പ്രയോഗത്തിന് കേവല രാഷ്ട്രീയ പ്രയോഗം എന്നതിനപ്പുറത്തേക്ക് അതിന് പ്രസക്തി ഇല്ലാതാകുന്നു. പകരം VD സതീശൻ ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചതുപോലെ രാഹുലിന് വയനാട് പ്രിയങ്കരമാണ്, എന്നാൽ അതിലേറെ പ്രിയങ്കരിയായ സഹോദരി പ്രിയങ്കയെ വയനാട്ടിലേക്ക് അയച്ചു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് വ്യക്തിപരമായി വളരെ അടുപ്പം സഹോദരിയുമായി ഉണ്ട്. നമ്മൾ വേദികളിലൊക്കെ കാണുന്നതാണ് അവർ തമ്മിലുള്ള വൈകാരിക അടുപ്പം, ഇന്നും കണ്ടു. അങ്ങനെ അത്തരത്തിൽ വളരെ അടുപ്പമുള്ള സഹോദരിയെ തന്നെ വയനാട്ടിലെ ജനങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചിട്ടാണ് റായ്ബറേലി അദ്ദേഹത്തിന് തട്ടകമായി തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോഴും അതിന് കോൺഗ്രസിന് ന്യായീകരണമുണ്ട്. ഉത്തർപ്രദേശ് ഇപ്പോഴും LDFO ഒക്കെ പറയുന്നത് BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലം എന്തുകൊണ്ട് രാഹുൽ തിരഞ്ഞെടുക്കുന്നില്ല, കേരളത്തിലേക്ക് എന്തിനു വരുന്നു എന്നൊക്കെ ഇടതുമുന്നണിയുടെ നേതാക്കൾ, പ്രത്യേകിച്ച് ഇന്നലെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചോദ്യം ഉയർത്തിയതാണ്. അങ്ങനെ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് കൂടി മറുപടിയാണ് രാഹുൽ റായ്ബറേലിയിൽ തുടരുന്നു. ഹിന്ദി ഹൃദയഭൂമി, അതിൻ്റെ തട്ടകം, മോദിയെ BJPയെ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു തട്ടകത്തിൽ രാഹുൽ ഗാന്ധി തുടരുന്നു. സൗത്തിലേക്ക്, ദക്ഷിണേന്ത്യയിലേക്ക് അതിൻ്റെ പോരാട്ടം നയിക്കാൻ സഹോദരിയെ അയക്കുന്നു. അങ്ങനെ 2-3 തന്ത്രപരമായ നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തോടെ കോൺഗ്രസ് നമ്മളുടെ മുന്നിൽ വെക്കുന്നത്. സൗത്ത് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വളരെ സജീവമാണ്. ഈ തെരഞ്ഞെടുപ്പോടുകൂടി അത് കുറെ കൂടി വിസ്തൃതമാക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ സഹായിച്ചേക്കും എന്നതാണ് ഒരു പൊതുവിലയിരുത്തൽ. നമുക്കറിയാം 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതിനേക്കാൾ ശക്തമായ തീരുമാനമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ പ്രിയങ്ക ഗാന്ധി അതിൻ്റെ അവരുടെ ഇലക്ടറൽ പൊളിറ്റിക്സിലെ ആദ്യ നീക്കം നടത്തുന്നത് വയനാടാണ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് വിജയകുമാർ. അതിനിടയിൽ ഒരു കാര്യം കൂടി, കാരണം നമുക്കറിയാം കഴിഞ്ഞ തവണ
വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ദേശീയ തലത്തിൽ BJP ഉന്നയിച്ച പ്രധാനപ്പെട്ട ആക്ഷേപം ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുന്നു, വയനാട്ടിൽ അഭയം തേടിയിരിക്കുന്നു, മറ്റെവിടെയും വിജയിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തിരഞ്ഞെടുക്കുന്ന ഒരിടമായി, സുരക്ഷിത ഇടമായി വയനാട് മാറിയിരിക്കുന്നു എന്നാണ്. ആ ആക്ഷേപത്തിന്റെ ഭാരം പേറേണ്ടി വരുന്നില്ല പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ എത്തുമ്പോൾ. കാരണം റായ്ബറേലിയിലെ വിജയം കൊണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ തനിക്ക് വിജയം കൈവരിക്കാൻ കഴിയുമെന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചു കഴിഞ്ഞു. അങ്ങനെ റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് ഇന്ദിരയുടെ ചെറുമകൾ വയനാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കുറെ കൂടി അനായാസം പ്രിയങ്കയ്ക്ക് തൻ്റെ കന്നി മത്സരം പയറ്റാൻ കഴിയും വയനാട്ടിൽ, അല്ലേ? മറ്റ് ആശങ്കകളോ ആക്ഷേപങ്ങളോ നേരിടാതെ. യഥാർത്ഥത്തിൽ വിജയകുമാർ, ഞാൻ വരാം. ഇപ്പോൾ KC വേണുഗോപാൽ, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി, ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജനത്തിനൊപ്പം ഉണ്ട്. KC വേണുഗോപാൽ, നിതിൻ, എന്താണ് KC വേണുഗോപാൽ പറയുന്നത്? ഗോപി, അല്പസമയത്തിനകം KC വേണുഗോപാൽ ഇപ്പോൾ 24-നൊപ്പം ചേരും. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ വരാനുണ്ടായ സാഹചര്യം, റായ്ബറേലി നിലനിർത്തുന്നതിന്റെ രാഷ്ട്രീയം, ഇതടക്കം KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ 24-നൊപ്പം സംസാരിക്കും. എന്തായാലും അദ്ദേഹം ഇപ്പോൾ മറ്റൊരു മാധ്യമത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്തായാലും 24-നൊപ്പം ചേരാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഒരു സുപ്രധാനപ്പെട്ട തീരുമാനമാണ് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയും ഒപ്പം തന്നെ ഉത്തരേന്ത്യയെ പോലെ തന്നെ ദക്ഷിണേന്ത്യയിലും നെഹ്റു കുടുംബത്തിന്റെ ഒരു പ്രാതിനിധ്യം വരുന്നു എന്നും മനസ്സിലാക്കുന്നു. എന്തായാലും KC വേണുഗോപാൽ ഇപ്പോൾ 24-ഒപ്പം ചേരുന്നു. എന്താണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കേണ്ട സാഹചര്യം? അല്ല, സാഹചര്യം എന്ന് പറഞ്ഞാൽ വയനാട് സീറ്റ് ഒഴിയുന്നു രാഹുൽ ഗാന്ധി. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം. ആ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ ഇപ്പോൾ എന്തായാലും പറ്റിയ സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. ഇന്ത്യയിൽ ശക്തമായി കഴിഞ്ഞ 2024 തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പോരാട്ടമുഖം പ്രിയങ്ക ഗാന്ധി തുറന്നത് നമ്മളെല്ലാം കണ്ടതാണ്. രാജ്യവ്യാപകമായി കൊടുങ്കാറ്റ് പോലെ പ്രചരണം നടത്തി ശക്തമായിട്ടുള്ള വാക്കുകളിലൂടെ തിരഞ്ഞെടുപ്പിൻ്റെ ഗതി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് പ്രിയങ്ക ഗാന്ധി. മാത്രമല്ല, കേരളത്തിൽ വയനാട് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ റായ്ബറേലിയിൽ നിർത്താൻ തീരുമാനിക്കുമ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി ശക്തനായിട്ടുള്ള നേതാവിനെ തന്നെ കൊടുക്കുകയാണ്. നേരത്തെ സോണിയാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിരുന്നു. ലാസ്റ്റ് റായ്ബറേലി മാത്രമാണ് നിലനിർത്തിയത്. അപ്പോഴും ഒരു ഗാന്ധി കുടുംബത്തെ തുടർച്ച മണ്ഡലങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വയനാട് ഒരു വ്യത്യസ്തമായി പ്രിയങ്കയിലേക്ക് കൊണ്ടുവരുമ്പോൾ ദക്ഷിണേന്ത്യയിലും ഈ ഗാന്ധി കുടുംബത്തിന്റെ ഒരു സാന്നിധ്യം ഉറപ്പിക്കുകയാണോ? അല്ല, സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഞാൻ പറഞ്ഞില്ല, വയനാട്ടിലെ ജനങ്ങൾ ഇത് ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ യാത്രയിൽ വയനാട് ഒഴിയുന്നതാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി പരിഗണന കേരളത്തിലെ UDF നേതാക്കന്മാർ, കോൺഗ്രസിൻ്റെ ലീഡേഴ്സ് എല്ലാം അവരുടെയൊക്കെ തന്നെ ആശയങ്ങൾ പങ്കുവച്ചതാണ്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്ത് തന്നെയാണ് വയനാട്ടിലേക്ക് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് ഉണ്ടാവുന്നു, പാർലമെന്റ് ശക്തി പകരുകയും ചെയ്തു. കഴിഞ്ഞ പുറത്ത് ഇന്ത്യ കൂട്ടായ്മ ഒന്നിച്ചു നിൽക്കുകയും ഇവിടെ മത്സരം കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നൊരു ആക്ഷേപം ഉയർന്നിരുന്നു. അപ്പോൾ ഇത്തവണയും LDFന്റെ ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ ഈ പുതിയ സാഹചര്യത്തിലും LDF ആയിരിക്കും പ്രധാന എതിരാളിയായി നിൽക്കുക എന്നതിൽ KC വേണുഗോപാലിന് എന്താണ് പറയാനുള്ളത്? വീണ്ടും മത്സരിപ്പിക്കാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ബിനോയ് വിശ്വം അല്പസമയം പ്രതികരിച്ചത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നാണ്. അപ്പോൾ എന്താണ് അതിൽ KCയുടെ പ്രതികരണം? അല്ല, അത് ഞാനിപ്പോൾ LDF എടുക്കുന്ന തീരുമാനത്തെ ഞാൻ എന്തിനാ കുറ്റപ്പെടുത്തി പറയുന്നത്? അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം. പക്ഷേ അവർ രാഹുൽ ഗാന്ധിയെ പറ്റി പറഞ്ഞ ഭാഷ ഉപയോഗിക്കാതിരുന്നാൽ അവർക്ക് നല്ലതെന്ന് മാത്രമേ ഞാൻ പറയാനുള്ളൂ. പറഞ്ഞ ഭാഷ ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുപോലെ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചും പറയാതിരിക്കാൻ അവർ ശ്രമിക്കുക. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ മത്സരമാണ് ഈ മത്സരത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കും. എന്തായാലും അത്തരമൊരു പ്രതീക്ഷ തന്നെയാണ് KC വേണുഗോപാൽ ഇപ്പോൾ 24-ഒപ്പം പങ്കുവച്ചത്. അല്പസമയം മാത്രമാണ് അദ്ദേഹം സംസാരിക്കുള്ളൂ എന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നത്തെ യോഗത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഇല്ലെന്ന് വ്യക്തമാക്കി. പക്ഷേ ഇന്ന് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് അത്തരമൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ വയനാട് മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും KC ഇപ്പോൾ വ്യക്തമാക്കിയത് അത് അവരുടെ രാഷ്ട്രീയ തീരുമാനമാണ്. പക്ഷേ രാഹുലിനെ ആക്ഷേപിച്ച പോലെ പ്രിയങ്കയെ ആക്ഷേപിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 പ്രതികരിച്ചിരിക്കുന്നത്. മാത്രമല്ല, രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ വയനാട് മണ്ഡലം പ്രിയങ്കയിലൂടെ നിലനിർത്തുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ 24 മാത്രമല്ല, LDF എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് പറയാൻ താൻ ഇപ്പോൾ ഇല്ല. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുകയോ നിർത്താതിരിക്കുകയോ ചെയ്യട്ടെ, അത് LDFന്റെ തീരുമാനമാണ് എന്നുകൂടി KC വേണുഗോപാൽ ഞങ്ങളുടെ പ്രതിനിധി നിതിൻ അംബുജവുമായി സംസാരിച്ചപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും KC വേണുഗോപാലിന്റെ പ്രതികരണം ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ എത്തിച്ചു. ഏതായാലും വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രിയങ്കയുടെ കന്നി മത്സരം
മത്സരമാണ് വയനാട്ടിൽ നടക്കാൻ പോകുന്നത്. രാഹുലിനേക്കാൾ മികച്ച വമ്പൻ ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു കയറുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് റായ്ബറേലി നിലനിർത്താനും വയനാട് ഒഴിയാനുമുള്ള സുപ്രധാനമായ തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്നത്. അവിടെ പ്രിയങ്ക ഗാന്ധി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പെൺകുട്ടിയാണ്, പോരാടാൻ ഇറങ്ങുകയാണ്. അങ്ങനെ പോരാടാൻ ഇറങ്ങുന്ന പെൺകുട്ടിക്ക് രാഹുലിനേക്കാൾ മികച്ച വിജയം വയനാട്ടിൽ ലഭിക്കും എന്ന ഭാവുകങ്ങൾ നേർന്നുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വാക്കുകൾ നമ്മൾ കേട്ടത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിൽ രാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. വിജയകുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന പഴി, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ, അതൊന്നും ആ ഭാരമൊന്നും ഇല്ലാതെയല്ലേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത്? സത്യത്തിൽ രാഹുലിന്റെ റായ്ബറേലിയിലെ വിജയത്തിളക്കത്തിന്റെ ശോഭ കൂടി പ്രിയങ്കയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വീണുകിടക്കുന്നില്ലേ? ഗോപി, കോൺഗ്രസിന് പ്രതിപക്ഷ മുന്നണിക്കുണ്ടായ വലിയ ആത്മവിശ്വാസം, അത് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ആ മുന്നണിയെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രാപ്തരാക്കുന്നു. അതാണ് ഈ തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ റായ്ബറേലിയിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുന്നു. ഉത്തർപ്രദേശിൽ വലിയ BJPയെ വളരെ പിന്നിലേക്ക്, BJPയുടെ ടോട്ടൽ ടാലി വളരെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്ക് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിൻ്റെ വലിയ മുന്നേറ്റമുണ്ടാകുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് അത് ഹിന്ദി ഹൃദയഭൂമിയിലും സജ്ജമായിട്ടുണ്ട്, അതിന് കരുത്ത പാർട്ടിക്കുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പ്രധാനപ്പെട്ട പുതിയ തീരുമാനങ്ങളൊക്കെ. അതുതന്നെയാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു എന്നത് വ്യക്തമാക്കുന്നത്. നേരത്തെ നമുക്കറിയാം 2019 പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വലിയ മുറവിളി ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ നയിക്കണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആകെ പറഞ്ഞതാണ് യോഗി ആദിത്യനാഥിനെ നേരിടാൻ പ്രിയങ്ക UPയിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണം, പ്രചാര രംഗത്ത് പോരാ, ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണമെന്ന ആവശ്യം ഉയർന്നതാണ്. അന്നൊക്കെ പ്രിയങ്ക ഗാന്ധി അത് നിരാകരിച്ചത് ആ ആത്മവിശ്വാസക്കുറവ് തന്നെ ആയിരിക്കാം അവരെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചത് എന്നതാണ്. നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയൊക്കെ പുതിയ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആകെ മാറിയിരിക്കുന്നു. വളരെ അഗ്രസീവായി നരേന്ദ്രമോദിയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ആകെ മാറിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ആ ആത്മവിശ്വാസം വളരെ പ്രകടമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ സജീവമായി BJPയെ നേരിടാൻ രാഹുൽ വടക്കും പ്രിയങ്ക തെക്കും ഉണ്ടാകുമെന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. തെക്കേ ഇന്ത്യയുടെ കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ വരിക എന്നത് കോൺഗ്രസിന്റെ ഈ സമയത്ത് വലിയ ആവശ്യം തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചുവട് പിടിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ കേരളത്തിലുണ്ടാകണം. അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നത്. കർണാടകയിൽ സർക്കാരുണ്ട്, ഇപ്പോൾ തെലങ്കാനയിൽ സർക്കാരുണ്ട്, തമിഴ്നാട്ടിൽ ഭരണമുന്നണിയുടെ ഭാഗമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും കരുത്തുറ്റ ഒരു സംസ്ഥാനം എന്ന് വെച്ചാൽ സംഘടനാ സംവിധാനമൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസിന് കേരളത്തിൽ ശക്തമാണ്, സജീവമാണ്. ജില്ലാ തലങ്ങളിലൊക്കെ സജീവമായ DCCകൾ താഴെ മണ്ഡലം തട്ടിലൊക്കെ ഉണ്ട് പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്തേക്ക് ഭരണത്തിലേക്ക് തിരികെ വരുന്നതിന് പോലും അതിനൊക്കെ ഉതകുന്ന തരത്തിലേക്ക് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മാറണമെന്നാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഒരു ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം കൂടിയാണിത്. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പല വിമർശനങ്ങളും ഇപ്പോൾ രാഹുൽ മണ്ഡലത്തെ ഉപേക്ഷിച്ചു, ഹിന്ദി ഹൃദയഭൂമിയിൽ നരേന്ദ്രമോദിയെ നേരിടാൻ രാഹുൽ തയ്യാറാകുന്നില്ല, വയനാട്ടിലേക്ക് ഒളിച്ചു വന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ മറുപടി കൂടിയാണ് പ്രിയങ്കയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന് എന്ന് നമുക്ക് പറയാം. വിജയകുമാർ, സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയത്തിന്റെ തുടക്കമായി കാണുന്നവരുണ്ടോ? ആ തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് ഈ സന്ദർഭത്തിൽ പ്രസക്തിയുണ്ടോ? ഗോപി, നമ്മൾ കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ ഒരു 5-10 വർഷം നമ്മളൊന്ന് പുറകോട്ട് നമ്മളുടെ ഓർമ്മ കൊണ്ടുപോയാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം, പ്രിയങ്ക കോൺഗ്രസിനെ നയിക്കണം എന്നൊക്കെയുള്ള മുറവിളി പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. കേരളത്തിൽ നിന്നൊക്കെ വളരെ ശക്തമായി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ആളുകൾ രംഗത്ത് വന്നു. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളെ ഇന്ദിരാഗാന്ധി എന്ന മട്ടിൽ ഇന്ദിരാഗാന്ധിയെ പോലെ രൂപസാദൃശ്യമുള്ള പ്രിയങ്ക ഗാന്ധിയെ അതേ നിലയ്ക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാൾ നയിക്കുന്നതായിരിക്കും
എന്തായിരിക്കും പ്രിയങ്ക വരുമ്പോൾ സംഭവിക്കുന്നത് എന്നൊക്കെ കോൺഗ്രസ് വളരെ വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ കരുതിയ സമയമുണ്ടായിരുന്നു. ആ സമയം മുതൽ പ്രിയങ്ക ഗാന്ധി സജീവമാകണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമായി കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇതാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്, അത് കേരളത്തിൽ, അത് വയനാട് പോലൊരു പൊന്നാപുരം, കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇത് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിലെ അനായാസം ജയിച്ചു കയറാം എന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രസക്തിയുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവിൽ. കന്നി തെരഞ്ഞെടുപ്പിന് പ്രിയങ്ക ഗാന്ധി വയനാട് തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്ത് പുത്തൻ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സമ്മാനിക്കാൻ പോകുന്നത്? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരരംഗത്തുണ്ടാകുമോ? ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് എത്രത്തോളം പ്രിയങ്കയുടെ മത്സരരംഗത്തേക്കുള്ള വരവ് നിറം പകരും എന്ന് തുടങ്ങിയുള്ള ധാരാളം രാഷ്ട്രീയ ചോദ്യങ്ങൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട്. അതിന്റെ രാഷ്ട്രീയ മാനങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ എൻകൗണ്ടറിൽ പരിശോധിക്കാൻ പോകുന്നത്. ബി.ജെ.പിയുടെ ശ്രീ JR പത്മകുമാർ, കോൺഗ്രസിന്റെ ഡോക്ടർ ജിൻഡോ ജോൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ CR നീലകണ്ഠൻ എന്നിവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ചേരുന്നു. ചർച്ചയിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ശ്രീ CR നീലകണ്ഠൻ, പ്രിയങ്ക ഗാന്ധിയാണ് വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നത്. റായ്ബറേലി നിലനിർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം. അതിന്റെ പ്രിയങ്ക കേരളത്തിലേക്ക് കന്നി തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുമ്പോൾ അതിന്റെ രാഷ്ട്രീയ പ്രസക്തി എത്രത്തോളമുണ്ട്? തീർച്ചയായും ഒരാൾക്ക് രണ്ട് മണ്ഡലത്തിൽ പറ്റില്ല. അതുകൊണ്ട് ഒരു മണ്ഡലത്തിലേ നിൽക്കാൻ പറ്റൂ, മറ്റൊരു മണ്ഡലം വേറൊരാൾ മത്സരിക്കണം, ജയിക്കണം. ആ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുന്നു. നേരത്തെ വിജയകുമാറും അതുപോലെ പല ആളുകളും പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് ഏറ്റവും വലിയ തിരിച്ചുവരവ്, ഒരുപക്ഷെ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ കോൺഗ്രസ് നടത്തിയ ഏറ്റവും വലിയ തിരിച്ചുവരവ് ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ റായ്ബറേലി അദ്ദേഹം നിലനിർത്തുന്നത് നിർണായകമാണ്, ഒരു സംശയവുമില്ല. വയനാട് താരതമ്യേന സേഫ് സീറ്റാണ്. അതുകൊണ്ട് വയനാട്ടിൽ മറ്റൊരു സ്ഥാനാർത്ഥി വരുന്നതിൽ തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, പ്രിയങ്ക ഗാന്ധി വരുന്നുവെന്നത് നേരത്തെ പല രൂപത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമാവില്ല. കാരണം 2019 BJPയും CPMും പറഞ്ഞു, നിങ്ങൾ BJPക്കെതിരെയാണ് പോരാടേണ്ടത്, എന്തിനാണ് ഇവിടെ വരുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇത്തവണ BJPക്കെതിരെ ജയിച്ചു. അപ്പോൾ ഈ സീറ്റ് ഒഴിയുന്നു. പ്രിയങ്ക ഗാന്ധി വരുന്നു എന്നുള്ളത് കേരള രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് വളരെ നിർണായകമാണ്. കാരണം പാർലമെൻറ്റിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷം വളരെ ശക്തമാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. വളരെ കൃത്യമായി കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും അവിടുത്തെ ഇതിനെ ചോദ്യം ചെയ്യാൻ, മോഡി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെ ചോദ്യം ചെയ്യാൻ ശക്തമായൊരു പ്രതിപക്ഷമായി നിൽക്കാൻ രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. നമുക്കറിയാം, പ്രിയങ്ക രാഷ്ട്രീയത്തിൽ പുതുതല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പുതിയതാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ശക്തമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും, കേരളത്തിലടക്കം വയനാട്ടിലടക്കം പ്രിയങ്ക വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. വലിയ ജനക്കൂട്ടം പ്രിയങ്കയെ കാണാൻ വന്നു. അതിന് പല കാരണങ്ങളുണ്ടാവാം. നെഹ്റു കുടുംബത്തിൻ്റെ ഒരു ബന്ധമുണ്ടാവാം, ഇന്ദിരാഗാന്ധിയുമായിട്ടുള്ള രൂപസാദൃശ്യമുണ്ടാവാം. അതിനേക്കാളൊക്കെ ഉപരി ഞാൻ കാണുന്ന മറ്റൊരു കാര്യം, കേരളത്തിൽ ഇത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് കൂടാതെ നമുക്ക് എന്തായാലും ഒരു വനിതാ MPയെ ഗോപീഷ്ണ 20 പേര് ജയിച്ചതിൽ 20 പേരും ആണുങ്ങളാണ് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയത്. അപ്പം നമുക്ക് കേരളത്തിനൊരു വനിതാ MPയെ കിട്ടുന്നു എന്നത് ഷുവർ MP ആണല്ലോ പ്രിയങ്ക ഗാന്ധി. അത് ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാനതിൽ വളരെ സന്തോഷിക്കുന്നു. കാരണം നമ്മുടെ മത്സരിച്ച വനിതകളൊക്കെ തോറ്റുപോയി. ആ രീതിയിൽ കേരളത്തിലെ കോൺഗ്രസിനും കേരളത്തിലെ സ്ത്രീകൾക്കടക്കം ഞാൻ കാണുന്നത് വലിയ മുന്നേറ്റം. ഒരു സ്ത്രീ ഉറച്ച ഒരു സീറ്റിൽ ഒരു സ്ത്രീ മത്സരിച്ച് ജയിക്കുന്നു. അതൊക്കെ വളരെ പ്രധാനമാണ്. കേരളത്തിലെ കോൺഗ്രസ്സിന് രാഹുൽ ഗാന്ധി മത്സരിച്ചതിനേക്കാൾ ആവേശം ഇതിലുണ്ടാവും. കാരണം അന്നത്തെ കാലത്തേക്കാൾ ഒരുപക്ഷെ 2019-ലും 2024-ലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോഴുള്ള കോൺഗ്രസ് അല്ല ഇപ്പോഴുള്ളത്. ആ കോൺഗ്രസ് തന്നെ വളരെ ശക്തമായി മാറിയിരിക്കുന്നു. അവരവരുടെ സീറ്റ് ഇരട്ടിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യ പാർലമെൻറ്റിൽ പ്രാതിനിധ്യം കൂട്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും UP പോലെ ഒരു സംസ്ഥാനത്ത്, UPയിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിലൊക്കെ വലിയ മുന്നേറ്റം അവർക്ക് നടത്താൻ കഴിയുകയും BJPക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ ഇന്ത്യ മുന്നണിയെ എത്തിക്കാൻ കഴിയുകയും ചെയ്തൊരു ഘട്ടത്തിൽ പ്രിയങ്കയെ പോലെ ഒരാൾ പാർലമെൻറ്റിൽ ഉണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. അത് കേരളത്തിലെ കോൺഗ്രസിനും സ്വാഭാവികമായും അത് ഗുണകരമാണ്. ഇപ്പം ഞാൻ കാണുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. ആ ഘട്ടത്തിൽ പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും വയനാട് ഉപതെരഞ്ഞെടുപ്പും ഏതാണ്ട് ഒന്നിച്ചാണ് വരിക. അങ്ങനെയെങ്കിൽ അതിൽ പോലും
UDF-ന് ഗുണകരമാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, ഡോക്ടർ ജിൻഡോ ജോൺ, ഇപ്പോൾ കഴിഞ്ഞ തവണ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോൾ രാഹുൽ നേരിട്ട പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, ഹിന്ദി ഹൃദയഭൂമിയിൽ പരാജയം മണത്ത് രാഹുൽ ഗാന്ധി ഒളിച്ചോടിയിരിക്കുന്നു, അവസാനം ഒരു ഷുവർ സീറ്റായിട്ടുള്ള വയനാട്ടിൽ അഭയം തേടിയിരിക്കുന്നു. അപ്പോൾ BJP വെല്ലുവിളിച്ചതൊക്കെ ഹിന്ദി ഹൃദയഭൂമിയിൽ വന്ന് നിങ്ങളുടെ കരുത്ത് തെളിയിക്കൂ എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇത്തവണ ആ ചലഞ്ച് ഏറ്റെടുക്കുകയും അതിൽ വിജയം കൈവരിക്കാനും കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആക്ഷേപത്തിൻ്റെയോ ആരോപണത്തിൻ്റെയോ ഒന്നും ഭാരമില്ലാതെ പ്രിയങ്ക ഗാന്ധിക്ക് കുറെ കൂടി ആത്മവിശ്വാസത്തോടു കൂടി അവരുടെ കന്നി തെരഞ്ഞെടുപ്പ് പയറ്റാൻ കഴിയും. പക്ഷെ അപ്പോഴും കുടുംബവാഴ്ച എന്ന് കോൺഗ്രസിനെതിരെ കാലാകാലങ്ങളിൽ BJP ഉന്നയിക്കുന്ന ആക്ഷേപം പ്രിയങ്കയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോടെ ഒരിക്കൽ കൂടി അവർ സജീവമായി ഉയർത്തിക്കൊണ്ടുവരില്ലേ? അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടാകുമോ വയനാട്ടിൽ? ഇല്ല ഗോപി, ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നോർത്ത് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി നേരെ BJP ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നു എന്നുള്ള കാര്യം. രണ്ട്, കുടുംബവാഴ്ച. രണ്ടിനും കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട്. ഞാൻ പറയുന്നത്, ഈ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി വരുന്ന ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തി അധിക്ഷേപങ്ങളിൽ അത്രത്തോളം BJPയുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ പടച്ചുവിടുന്ന കള്ളങ്ങൾക്ക് മുമ്പിൽ അത്രത്തോളം പതറിയ ഒരു നന്മയുള്ള ഒരു മനുഷ്യനായിരുന്നു രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല. ഇപ്പോഴും ഈ രാജ്യം കണ്ട ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും നന്മയോടുകൂടി ആളുകളുമായിട്ട് സംവദിക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം. ആ മനുഷ്യന് പോരാടാനുള്ള എനർജി നൽകിയ, ഊർജം നൽകിയ മണ്ണാണ് വയനാട്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച വയനാടിന് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയാണ് വിട്ടുകൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി മാത്രമല്ല, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇനി വയനാട്ടിൽ ഉണ്ടാകുമെന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ തെളിയിക്കപ്പെടുന്നത്. ഒന്ന്, പ്രിയങ്ക ഗാന്ധിയിൽ നമ്മൾ കാണുന്നത് ഇന്ദിരാ പ്രിയദർശിനിയുടെ മുഖമാണ്. എവിടെ ഹത്രാസിലേക്ക് പീഡിപ്പിക്കപ്പെട്ട സ്ത്രീകളെ, പാവപ്പെട്ട പെൺകുട്ടികളെ തേടിച്ചെന്ന പ്രിയങ്ക ഗാന്ധി, ലഖിംപൂർ ഖേരിയിലെ കർഷകരെ വണ്ടി കയറ്റിക്കൊന്ന BJPക്കാർക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ആ കർഷകരെ തേടിച്ചെന്ന പ്രിയങ്ക ഗാന്ധി, ഈ ഇന്ത്യയുടെ നെടുകയും കുറുകയും രാഹുൽ ഗാന്ധിയോടൊപ്പം പദയാത്രയുമായിട്ട് മണിപ്പൂരിലേക്കും ലഖിംപൂർ ഖേരിയിലേക്കും കർഷകരെയും പാവപ്പെട്ട മനുഷ്യരെയും സ്ത്രീകളെയും തേടിച്ചെന്ന ആ പോരാടാൻ തയ്യാറായിട്ടുള്ള ആ പെൺകുട്ടിയാണ് വയനാട്ടിൽ നിന്ന് ജനവിധി തേടാൻ വരുന്നത്. നമ്മളൊന്ന് കാണേണ്ടത്, ഈ മോദിയുടെ 56 ഇഞ്ച് നെഞ്ചിന് നേരെ വിരൽ ചൂണ്ടി പ്രസംഗിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ ഒരു വാചകം പോലും നേരിട്ട് എതിർക്കാൻ BJPക്കോ നരേന്ദ്രമോദിക്കോ നാളിതുവരെ സാധിച്ചിട്ടില്ല. അവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങൾക്കോ ആരോപണങ്ങൾക്കോ വാക്ശരങ്ങൾക്കോ മുമ്പിൽ നരേന്ദ്രമോദി ഓടി ഒളിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പോരാടാൻ ഇറങ്ങിയ ആ പെൺകുട്ടിയെ വയനാടിന് സമ്മാനിക്കുമ്പോൾ രാഹുൽ ഗാന്ധി നൽകുന്ന കൃത്യമായിട്ടുള്ള സന്ദേശമുണ്ട്. വടക്ക് നിന്ന് രാഹുൽ ഗാന്ധിയും തെക്ക് നിന്ന് പ്രിയങ്ക ഗാന്ധിയും നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് നടന്നു കയറുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ പഴയ ലൊടുക്ക് വിദ്യകളൊന്നും ഇനി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങാൻ പോകുന്നില്ല. കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി പറയിപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ രണ്ടാമത്തെ നിങ്ങൾ പറയുന്ന കുടുംബവാഴ്ചയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് ആനി രാജയാണ്, അല്ലേ? CPIയുടെ ഉന്നത നേതാവിൻ്റെ ഭാര്യയാണ്. ഇവിടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വിജയേന്ദ്രയോ അങ്ങനെ എന്താണ് പേര്, യെദ്യൂരപ്പയുടെ മകനാണ്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും BJPക്കും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളും ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ സ്ഥാനാർത്ഥികളാകാം, രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃനിരയിലൊക്കെ വരാം. രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ ഒരു കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് വരുമ്പോൾ മാത്രം ഈ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്ന ഒരു വാക്കാണ് കുടുംബ വാഴ്ച എന്ന്. ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിതവും ജീവനും സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഗാന്ധി കുടുംബവും നെഹ്റു കുടുംബവുമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് മറ്റാരേക്കാളും മുമ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടും ജനങ്ങളോട് സംവദിക്കാനുള്ള അവകാശം അവർക്കുണ്ടെന്നുള്ള ഉത്തമ ബോധ്യം കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധി വരുന്ന കുടുംബവാഴ്ചയായിട്ട് കാണാൻ പാടില്ല. എനിക്ക് മുമ്പേ സംസാരിച്ച നീലകണ്ഠൻ സാറ് പറഞ്ഞതുപോലെ ഈ കേരളത്തിൽ നിന്ന് ഒരു വനിതാ MP പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്നു. ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്, മണിപ്പൂരിലെ കണ്ണീരുണങ്ങാത്ത പെൺകുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടിയിട്ട് സംസാരിക്കാൻ വയനാട്ടിൽ നിന്നൊരു MP വരികയാണ്, പ്രിയങ്ക ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിലേക്ക്. അതിനെ അങ്ങനെ വേണം നമ്മൾ കാണാൻ. അല്ലാതെ കുടുംബവാഴ്ച എന്ന് പറഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് BJPക്കാരും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും ഉയർത്തിവിടുന്ന ഈ വ്യാജ ആരോപണത്തിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ എത്രയോ നേതാക്കന്മാരുണ്ട്, BJPയുടെ എത്രയോ നേതാക്കന്മാരുണ്ട്, അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ പേരിൽ വരുന്നത്. ഈ അടുത്ത കാലത്ത് പത്മജ വേണുഗോപാലിനെ BJPയിലേക്ക് കൈപിടിച്ച് കയറ്റിയപ്പോൾ അവർ പറഞ്ഞത് കരുണാകരന്റെ മകളെ കൊണ്ടുപോയി എന്നല്ലേ?
അങ്ങനെയല്ലേ പറഞ്ഞേ? എന്തുകൊണ്ടാണ് കരുണാകരന്റെ മകളെ എന്ന് അവർ അഭിസംബോധന ചെയ്യുന്നത്? അല്ലെങ്കിൽ പത്മജ വേണുഗോപാൽ വന്നു എന്ന് പറഞ്ഞാൽ പോരെ? അതുകൊണ്ട് തന്നെ ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവരുടെ ലെഗസി കൂടി ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ലെഗസി എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. ഈ രാജ്യത്ത് നാളിതുവരെ പ്രിയങ്ക ഗാന്ധി ഉയർത്തിവിട്ടുള്ള ഒരു പ്രസംഗമോ ഒരു വാക്കോ നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. ഈ രാജ്യത്തെ ഏറ്റവും ശക്തിയായിട്ടുള്ള, ഏറ്റവും പോരാടാൻ തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ്, ഒരു സ്ത്രീയെയാണ് ഞങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് വിജയിപ്പിച്ച് കയറ്റാൻ വയനാട്ടിലേക്ക് മുമ്പിലേക്ക് വെക്കുന്നത്. വയനാടുകാരുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ വയനാട്ടുകാർക്ക് പകർത്ത് നൽകുന്ന കാഴ്ചയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കാണാൻ കഴിയുന്നത്. ശ്രീ JR പത്മകുമാർ, ഈ രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തെ അറിയില്ല, ജനതയെ അറിയില്ല, രാഷ്ട്രീയം അറിയില്ല എന്ന് നിരന്തരം ആക്ഷേപിച്ചിരുന്നു BJP. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ ഹൃദയഭൂമിയിൽ ധൈര്യത്തോടുകൂടി മത്സരിക്കാനുള്ള തൻ്റെ ഇടമില്ല എന്ന ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ആ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ, വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിലും വയനാട്ടിലും മത്സരിച്ച് ജയിച്ചു. ഇപ്പോൾ വയനാട് ഒഴിഞ്ഞ് അവിടെ പ്രിയങ്ക ഗാന്ധി വരികയാണ്. പ്രിയങ്ക ഗാന്ധിയെ കേരളം അറിയുക, രാജ്യം അറിയുക. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകൾ, ഇന്ദിരാഗാന്ധിയോട് രൂപസാദൃശ്യമുള്ളവൾ, ഇന്ത്യയുടെ മകൾ എന്ന നിലയിലായിരിക്കും. അവിടെ കുടുംബാധിപത്യം എന്ന ഒരൊറ്റ ആയുധം കൊണ്ട് ഈ പ്രിയങ്ക ഗാന്ധിയെ രാഷ്ട്രീയമായി നേരിടാൻ BJPക്ക് കഴിയുമോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിച്ചിട്ട് 3ാം സ്ഥാനത്തേക്ക് പോയ വയനാട്ടിൽ പ്രിയങ്കയുടെ കന്നി മത്സരത്തിൽ അസാധാരണമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന് BJP കാണുന്നുണ്ടോ? ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിലവിലെ തിരഞ്ഞെടുപ്പ് നിയമം അനുസരിച്ച് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ ജയിക്കുമ്പോൾ ഒരു മണ്ഡലം ഉപേക്ഷിക്കാം എന്നുള്ളത് അത് തെറ്റില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിലുള്ള നിയമം. പക്ഷെ നിങ്ങൾ ഈ 2 തെരഞ്ഞെടുപ്പും റായ്ബറേലിയിലും വയനാടിലും രാഹുൽ ഗാന്ധി മത്സരിച്ചതിൻ്റെ ആ ഒരു ചരിത്രം ഇത് പരിശോധിച്ച് നോക്കുക. വളരെ വലിയ രീതിയിൽ നമ്മളൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനെ അങ്ങ് പുകഴ്ത്തുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ രീതിയിലുള്ള പ്രചരണം നടത്തുമ്പോൾ ആലോചിക്കുക, അദ്ദേഹം നടത്തിയ ആ നാൾ വഴികൾ, ആ തെരഞ്ഞെടുപ്പിൻ്റെ നാൾ വഴികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. രാഹുൽ ഗാന്ധിക്ക് ആത്മാർത്ഥമായി നെഞ്ച് ഉയർത്തി നിന്നുകൊണ്ട് ഞാൻ റായ്ബറേലിയിലും വയനാടിലും മത്സരിക്കും എന്ന് നേരത്തെ പറയാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നോ? തെരഞ്ഞെടുപ്പിൽ അതിനുള്ളൊരു ആത്മവിശ്വാസം രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നു? ഇല്ലായിരുന്നല്ലോ. വയനാടിൽ മത്സരിച്ച സമയത്ത് വയനാടിൽ വന്ന് നോമിനേഷൻ കൊടുത്ത് അവിടെ തെരഞ്ഞെടുപ്പ് തീരുന്നത് വരെ ഈ കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് ഞാൻ ഇനി ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കും എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. ഇതായിരുന്നു കോൺഗ്രസിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും രാഷ്ട്രീയമായ കാപട്യം. അത് അവരുടെ മുന്നണിയിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർ തന്നെ അന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടുത്തെ ഇലക്ഷൻ തീർന്നതിന് ശേഷം റായ്ബറേലിയിൽ നോമിനേഷൻ കൊടുക്കുന്നതിനും അരമണിക്കൂർ മുമ്പാണ് നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് എന്ന് പുറത്തു പറഞ്ഞത്. ഒരു അരമണിക്കൂർ കൊണ്ട് ഒരാളുടെ നോമിനേഷൻ തയ്യാറാക്കാൻ കഴിയുമോ? നേരത്തെ തയ്യാറാക്കി വെച്ചിട്ട് അത് പൊതുജനങ്ങളോട്, വോട്ടർമാരോട് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ഒളിച്ചു കടത്തി കള്ളച്ചൂതിൽ കൂടി ജയിച്ചതിന് ശേഷം ഇപ്പൊ വലിയ വന്ന് നെഞ്ച് കള്ളച്ചൂത് എന്ന ഒരു പ്രയോഗം താങ്കൾ അത് ഇന്ത്യൻ ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണല്ലോ. അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ വാചകം എനിക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടതാണ്. ഈ കേരളത്തിലെ ജനങ്ങളോട്, വയനാട്ടിലെ ജനങ്ങളോട് പറഞ്ഞില്ല ഞാൻ റായ്ബറേലിയിൽ മത്സരിക്കുന്നുവെന്ന്. റായ്ബറേലിയുടെ ജനങ്ങളോട് അവരോട് പറഞ്ഞത് എന്താ? ഞാൻ ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കും, ജയിച്ചാൽ വയനാട് മാറും എന്നുള്ള രീതിയിലാണ് പ്രചരണം അവിടുത്തെ സാധാരണക്കാരായ ആളുകളോട്. ഈ രീതിയിൽ ജനങ്ങളെ, ജനാധിപത്യ വിശ്വാസികളെ പറഞ്ഞു പറ്റിച്ചതിന് ശേഷം ആ ഒരു മണ്ഡലം ജയിച്ചതിന് ശേഷം അത് നിലനിർത്തിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇത് ഞാൻ വയനാട്ടിലെ ലീഗിന്റെ കൊടി വെച്ച് പ്രചാരണം നടത്തിയത് പാകിസ്ഥാന്റെ കൊടിയാണെന്ന് പ്രചരിപ്പിച്ചതിന് എന്ത് പറയും? അല്ല, അത് ഞാൻ പറയാം. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അന്ന് എന്താ പ്രചരണം നടത്തിയത്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രചരണം എന്തായിരുന്നു? വയനാട് നമുക്കറിയാമല്ലോ, ലീഗിന് പ്രാതിനിധ്യമുള്ള ഒരു മണ്ഡലമാണ്. ലീഗ് മൈനസ് കോൺഗ്രസ്, രാഹുൽ ഗാന്ധി, എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? ലീഗിനെ മൈനസ് ചെയ്താൽ ഈ പറയുന്ന പ്രചരണങ്ങളൊന്നും അവിടെ നടക്കില്ലല്ലോ, ഒരു വീരവധവും അവിടെ നടക്കില്ലല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, അവിടെ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ട സമയത്ത് രാഹുൽ ഗാന്ധി എന്താ കോൺഗ്രസിന്റെയും ലീഗിന്റെയും പതാക ഉപയോഗിക്കാത്തത്? അല്ല, ഞാനൊരു കാര്യമുണ്ട്. ലീഗിനെ മൈനസ് ചെയ്താന്ന് പറഞ്ഞാൽ, അല്ല ശ്രീ പത്മകുമാർ, അതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ലീഗിനെ മൈനസ് ചെയ്ത് രാഹുൽ ഗാന്ധി എന്താണെന്ന് ചോദിച്ചാൽ, അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത്
അതായത് നിതീഷ് കുമാറിനെയും അല്ല നിങ്ങൾ വർണ്ണിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലല്ല ഞാൻ പറഞ്ഞത് ഞാൻ താങ്കൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ താങ്കളോട് പറഞ്ഞത്. ഇതിനകത്ത് താങ്കൾ അതിനെ ഒരു ഡിസ്റെസ്പെക്ട് ആയിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഞാനൊന്ന് പറഞ്ഞിട്ട് എന്റെ ഞാനൊന്ന് പറഞ്ഞ് തീർത്തിട്ട് നിങ്ങൾ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലീഗിനെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിന് വയനാട് ഒന്നുമല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോ ഈ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി അവിടെ ഉയർത്തുമോ? എന്തോ ഉയർത്തുമോ? അങ്ങനെ ഉയർത്തുകയാണെങ്കിൽ നേരത്തെ ആ രീതിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടി പിടിക്കാത്തത് രാഷ്ട്രീയ വഞ്ചനയല്ലേ? അപ്പൊ ഇതൊക്കെ നമുക്കറിയാം, രാഷ്ട്രീയത്തില് തൽക്കാലം അധികാരത്തിന് വേണ്ടിയിട്ട് പല നാടകങ്ങളും കാണിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മുഖമാണ്, ഇന്ദിരാഗാന്ധിയെ പോലെയാണ്, നെഹ്റു കുടുംബമാണെന്നൊക്കെ പറയും. ഇന്ദിരാഗാന്ധിയുടെ സ്വഭാവം ആണ് എന്ന് പറയാത്തത് ഭാഗ്യം. നിങ്ങൾക്കറിയാലോ, 75-77 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മൗലിക അവകാശങ്ങളൊക്കെ അതിനെല്ലാം കൂച്ചുവിലക്കിട്ട് ഏകാധിപത്യത്തിന്റെ സ്ത്രീരൂപമായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അന്ന് എന്താണ് ഇന്ത്യയിൽ ചെയ്തതെന്നുള്ളത്, എങ്ങനെയാണ് ജനാധിപത്യ പ്രക്രിയയെ അദ്ദേഹം കണ്ടിരുന്നത് എന്നൊക്കെ മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ രീതിയിലുള്ള വാഴ്ത്തുപാട്ടുകളൊക്കെ നമുക്ക് സമീപഭാവിയിൽ കാണാം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിൻഡോ പറയുന്നത് കേട്ടു, ഞങ്ങൾ ധൈര്യപൂർവ്വം നേരിട്ടു, ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പിടിച്ച ആ സീറ്റുകളുടെ എണ്ണം ഈ ഇന്ത്യ മുന്നണി എല്ലാം കൂടി ചേർന്നാൽ കിട്ടുമോ? ഉണ്ടോ? എവിടെയാണ് ഞങ്ങളുടെ ഈ ഒറ്റയ്ക്ക് നമ്മൾ നേരിട്ട് മത്സരിച്ച കുറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ. UPയിലും മഹാരാഷ്ട്രയിലും കഴിഞ്ഞാൽ ചില സീറ്റിന്റെ കുറവ് വന്നു കഴിഞ്ഞാൽ എവിടെയാണ് കോൺഗ്രസ് BJPയോടെ ഏറ്റുമുട്ടി വിജയിച്ചത്? അപ്പൊ ഇതൊക്കെ കുറെ വാഴ്ത്തുപാട്ടുകാരും പ്രചരണങ്ങളും ഒരു മീഡിയയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഹൈപ്പ് കൊടുത്ത്. ശരി, ഇനി ഞാനൊന്ന് പറയാലോ ശ്രീ JR പത്മകുമാർ, ഇനി ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പതാക ഒരുമിച്ച് കെട്ടി പ്രചാരണം നടത്തുമോ? നടത്താത്തതിന് കാരണം അങ്ങനെ നടത്തുമ്പോഴേക്കും ഉത്തരേന്ത്യയിൽ മറ്റൊരു പ്രചാരണം സമാന്തരമായി നടക്കുകയാണ്. പാകിസ്ഥാന്റെ പതാക കാണിച്ചുകൊണ്ടാണ് രാഹുൽ വോട്ട് ചോദിക്കുന്നതെന്ന്. അവർ രാഷ്ട്രീയ അടവ് നയം സ്വീകരിച്ചിട്ടുണ്ടാകും. രണ്ട്, താങ്കൾ പറഞ്ഞു മുസ്ലിം ലീഗിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്താണ്? നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭരിക്കാൻ BJPക്ക് പറ്റില്ല. അല്ല, അത് ഈ തെരഞ്ഞെടുപ്പില് ഈ ഞങ്ങളുടെ NDA മുന്നണി ആണ് ഭൂരിപക്ഷം വന്നത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലെന്നല്ല എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞങ്ങൾ ബീഹാറിൽ ഞങ്ങൾ നേരിട്ടിട്ടുണ്ടോ ഒറ്റയ്ക്ക്? അവിടുത്തെ ഏറ്റവും വലിയ കക്ഷിയാരാ? ഏറ്റവും വലിയ നിയമസഭയിലെ അംഗങ്ങളുള്ള കക്ഷിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ അതെങ്ങനെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയും പിന്തുണയും. ഞങ്ങളൊരു മുന്നണിയായിട്ടല്ലേ മത്സരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതല്ല, നിങ്ങളുടെ ഈ സ്ഥാനാർത്ഥിയായിട്ടല്ലേ രാഹുൽ ഗാന്ധി കോട്ട അല്ല, കോൺഗ്രസിന്റെ പൊന്നാവ് അങ്ങനെ അല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് അതൊന്നും അല്ലല്ലോ. ഇന്ദിരാഗാന്ധിയുടെ മുഖം, നമ്മുടെ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ പറഞ്ഞത് ലീഗിന്റെ തോളിൽ കയറി ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്ന് പറയാൻ കഴിയുന്നത്. അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട അല്ല. ഇത് സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുരളീധരനെ നല്ലൊരു പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ കുറെ നേതൃത്വം ചെയ്തൊരു പണിയാണ്. അതിനെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ആലങ്കാരികമായിട്ട് പൊന്നാപുരം കോട്ടയാണ്, ഞങ്ങൾ അങ്ങ് ജയിച്ചു കയറും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തും. ഇത് രാഷ്ട്രീയമായി ധാർമ്മികത ഉണ്ടോ? അതുകൊണ്ടല്ലോ അനിൽ രാജ പറഞ്ഞത്. ഒരു കാര്യം കൂടി പറയാം. താങ്കൾ പറഞ്ഞത്, താങ്കൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറഞ്ഞു. അതായത് രാഹുൽ ഗാന്ധിക്ക് എന്ത് ആത്മവിശ്വാസമാണ് ഉണ്ടായിരുന്നത് റായ്ബറേലിയിൽ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയത്ത്, വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ? ഒരു നേതാവിന് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ജനങ്ങളുടെ അംഗീകാരം കിട്ടുമ്പോഴാണ്, ജനവിധി അനുകൂലമാകുമ്പോഴാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 2 തവണ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴുള്ള ആത്മവിശ്വാസം ഇപ്പോൾ അദ്ദേഹത്തിന് കാണില്ല. കാരണം മറ്റ് 2 പേരുടെ പിന്തുണയിലാണ് ആ സർക്കാർ നിൽക്കുന്നത് എന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ആത്മവിശ്വാസം കൂടും. കാരണം റായ്ബറേലിയിലും വയനാട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിലാണ് അയാൾ ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആത്മവിശ്വാസം എന്നത് ജനാധിപത്യത്തിൽ ജനം നൽകുന്ന അംഗീകാരത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസത്തിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വയനാട് ഒഴിഞ്ഞ് സഹോദരി അവിടെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ആത്മവിശ്വാസം കാണുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിനല്ല നിങ്ങൾ മറുപടി പറഞ്ഞത്. ഞാൻ അതിലാണ് മറുപടി പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള കാര്യമല്ല, തെരഞ്ഞെടുപ്പിന് മുന്നേ വന്ന് ജനങ്ങളെ പറ്റിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് പറയാതെ ആ കാര്യം ആളുകൾക്ക് ആത്മവിശ്വാസം, നേതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത് ജനങ്ങളുടെ പിന്തുണയിൽ നിന്നാണ്.
ആ ആത്മവിശ്വാസം ഇപ്പോൾ രാഹുൽ ഗാന്ധി ആർജിച്ചെടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ ആണല്ലോ ജയിച്ചത്. അല്ലല്ല, ജനങ്ങളുടെ പിന്തുണ ഉള്ളത് കൊണ്ടാണല്ലോ 242 സീറ്റ് ഞങ്ങൾ നേടിയത്. ആ സമ്മതിച്ചല്ലോ. ജനങ്ങളുടെ പിന്തുണ അത് കള്ളച്ചൂതാണെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ 242 സീറ്റുകൾ ജയിച്ചത് ശ്രീ ജെ ആർ പത്മകുമാർ കള്ളച്ചൂതാണെന്ന് ആരും പറഞ്ഞില്ലല്ലോ. താങ്കളല്ലേ പറഞ്ഞത് കള്ളച്ചൂതിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ BJPക്ക് 242 സീറ്റ് കിട്ടിയത് കള്ളച്ചൂതിലാണെന്ന്. ഐ ഡിഡ്ന്റ് സേ ദാറ്റ്. ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ പറഞ്ഞത് റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം വയനാട് മറച്ചു വെച്ചു. അത് ശരിയോ തെറ്റോ? അത് ആനി രാജ ഇപ്പൊ പറഞ്ഞല്ലോ. അവസാനം ഇവിടുത്തെ പോളിംഗ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലാകുന്നത് വരെ വേറൊരു മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ കഴിഞ്ഞോ? അതാണ് ആത്മവിശ്വാസക്കുറവെന്ന് ഞാൻ പറഞ്ഞത്. അതിന് നിങ്ങൾക്ക് എന്താണ് ന്യായീകരണം? ശ്രീ ജെ ആർ പത്മകുമാർ, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസ കുറവാണെങ്കിൽ ശരി, അങ്ങനെ. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ പറയാൻ സാഹചര്യം ഒരുക്കിയത് ഇന്ത്യയിലെ ജനങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു നിങ്ങൾക്കൊരു മാൻഡേറ്റ് കിട്ടുമ്പോഴാണ് നേതാക്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മൾ ഒരു മോർ കോൺഫിഡന്റ് രാഹുൽ ഗാന്ധിയാണ് കാണുന്നത്. 415 സീറ്റ് അല്ലല്ലോ, ഇല്ല, 415 സീറ്റ് നേടി അധികാരത്തിൽ വന്ന ഒരു പ്രസ്ഥാനം ഇന്ന് 99 സീറ്റും വന്ന് നിന്നുകൊണ്ട് 242 സീറ്റ് കിട്ടിയത് നിങ്ങളെ ഞാൻ തോപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ജനാധിപത്യമാണ്? 242 സീറ്റ് BJPക്ക് കിട്ടിയതിനെ കള്ളച്ചൂതെന്ന് ഞാൻ വിളിക്കുന്നില്ല. പിന്നെ താങ്കൾ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ രാജ്യത്തിന് അറിയാമല്ലോ എന്നാണ്. ശ്രീ ജെ ആർ പത്മകുമാർ, ഒരു കാര്യത്തിൽ ഞാൻ താങ്കളോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ എന്ന ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു കാലത്തും ഒരു ജനാധിപത്യ വിശ്വാസിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സ്വേച്ഛാപരമായ നടപടിയെടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി. ചരിത്രത്തിൽ അങ്ങനെ തന്നെ അവരെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. തർക്കമേ ഇല്ല എനിക്ക്. പക്ഷെ ഇന്ദിരാഗാന്ധി രാജ്യത്തിന് ആരായിരുന്നുവെന്ന് സുരേഷ് ഗോപിക്ക് കൂടി BJP പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ കള്ളച്ചൂത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിനെയാണ്. അത് നിങ്ങൾ ന്യായീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് വയനാടിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ല. ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം അവിടെ ചെന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ MP ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് വോട്ട് നേടി. ഇതിനെയാണ് ഞാൻ കള്ളച്ചൂത് എന്ന് പറഞ്ഞത്. ശരി, CR നീലകണ്ഠൻ, താങ്കൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരരംഗത്ത് വരുന്നതിൽ താങ്കൾ ഒരു സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ അതിലൊരു മേന്മ താങ്കൾ കണ്ടത് 20 MP-മാരിൽ ഒരൊറ്റ വനിതാ പ്രതിനിധി പോലും ഇല്ല. അങ്ങനെ വയനാട്ടിൽ നിന്ന് പ്രിയങ്ക ജയിക്കുമ്പോൾ ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നു എന്നതാണ്. സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായും യോജിക്കുന്നു. രാഷ്ട്രീയത്തിൽ ആ തരത്തിലുള്ള ഒരു ജെൻഡർ ഇക്വാളിറ്റി ഇമ്പോർട്ടൻസ് ലഭിക്കേണ്ടതാണ്, വനിതാ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടതാണ്. താത്വികമായി ഞാൻ താങ്കളോട് അതിനോട് യോജിക്കുകയാണ്. അതേസമയം അതിനപ്പുറത്തുള്ള ഒരു രാഷ്ട്രീയ പ്രസക്തി കാണണ്ടേ പ്രിയങ്കയുടെ ഈ വരവിൽ, ഈ ഒന്നാം വരവിൽ, ഈ തെരഞ്ഞെടുപ്പിലേക്കുള്ള കന്നിയിറക്കത്തിൽ? അത് ഇന്ത്യയുടെ ഭാവിയെ നിശ്ചയിക്കുന്ന തരത്തിലേക്കുള്ള പ്രിയങ്കയുടെ ഒരു ഉദയമായി അതിനെ കാണാൻ സമയമായോ? BJPയുടെ പ്രതിനിധി ശ്രീ പത്മകുമാർ പറഞ്ഞൊരു അഭിപ്രായത്തിനോട് ഒരു കമൻറ്റ് പറയണം. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി റായ്ബറേലിയിലെ അവസാന നിമിഷമായത്? മോഡി നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച ഡേറ്റാണ്. ആ പല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചത് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് തന്നെയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് BJP എത്ര സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പല സംസ്ഥാനങ്ങളിൽ? കാരണം എന്താ? അവിടെ തെരഞ്ഞെടുപ്പ് അപ്പോഴേ വരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിൽ അവസാനം സ്ഥാനാർത്ഥി വേണ്ടു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അവിടെ നോമിനേഷൻ ആരംഭിക്കുന്നത് എന്ന കാര്യം ജെ ആർ പത്മകുമാറിനെങ്കിലും അറിയണം. നോമിനേഷൻ ആരംഭിക്കുമ്പോഴേ നമ്മൾ സ്ഥാനാർത്ഥി പറയൂ. ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, 2014 ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മണ്ഡലത്തിൽ അല്ല ആനിരാജ് എൻ്റെ ആളല്ല. ഞാൻ ഇത് കേൾക്കൂ, ഞാൻ പറഞ്ഞ താങ്കൾ കേൾക്കൂ. 2014 എത്ര ഭയപ്പാടോടു കൂടിയാണ് ഗുജറാത്തിലും വാരണാസിയിലും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ച. ഇത് കേക്ക് മാഷേ, ഞാൻ പറഞ്ഞ കേക്ക്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ 2014 ആരെ പറ്റിക്കാനാണ് നരേന്ദ്രമോദി ഗുജറാത്തിലും വാരണാസിയിലും മത്സരിച്ചത്? ആരെ വഞ്ചിച്ചില്ലേ? ഗുജറാത്തിലെ ജനങ്ങളെ വഞ്ചിച്ചില്ലേ? വഞ്ചിച്ചു. അദ്ദേഹം മാറി അവിടുന്ന്. അപ്പൊ അത് പറയണം. ആദ്യം വഞ്ചിച്ചത് നരേന്ദ്രമോദിയാണ്. 2014 മറ്റൊരു കാര്യം അല്ല, അതെന്തിനാ പറയണേ? നിങ്ങൾ കേൾക്കൂ. എപ്പോഴാണ് ഇവിടെ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയത് റായ്ബറേലിയിൽ? നിങ്ങൾ അത് പറയൂ. റായ്ബറേലിയിൽ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു, നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ പലരെയും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ഡൽഹിയിലെ സ്ഥാനാർത്ഥികളെ പോലും നിങ്ങൾ പ്രഖ്യാപിച്ചത്. കാരണം അതേ വേണ്ടൂ.
അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അത് രാഷ്ട്രീയമായി അങ്ങനെ തന്നെയാണ് ചെയ്യുക. പിന്നെ പ്രധാന കാര്യം ഇതൊന്നുമല്ല, രണ്ടാം ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് BJPയുടെ അടിത്തറ ഇളകുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോഴാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നത് രാഷ്ട്രീയമായി ശരിയാണെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് രാഷ്ട്രീയമാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചത് UP-യിൽ കോൺഗ്രസിന് വലിയ നേട്ടമുണ്ടായി. റായ്ബറേലി മത്സരിക്കുമ്പോൾ അവർക്കറിയാലോ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് അറിഞ്ഞൂടെ? അപ്പോൾ അവർ പറയില്ലല്ലോ പറ്റിച്ചു എന്ന്. അപ്പോൾ അത് പറയൂ, അവിടെ അറിയാലോ അവർക്ക് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മോഡിയുടെ ഇരട്ടിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കുമ്പോൾ റായ്ബറേലിയിലെ വോട്ടർമാർക്ക് അറിയാമായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചിട്ടുണ്ട്, അവിടെ ജയിക്കുമെന്ന്. സംശയമുണ്ടോ? അങ്ങക്ക് സംശയമുണ്ടെങ്കിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ പ്രശ്നം അതല്ല, അത്തരം ന്യായങ്ങളല്ല പറയേണ്ടത്. പ്രശ്നം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു തിരിച്ചടിയും ഉണ്ടായില്ല, വൻ നേട്ടമാണ് എന്ന് അങ്ങ് പറഞ്ഞാൽ എനിക്കൊരു വിരോധമില്ല. കാരണം 10 വർഷത്തെ ഭരണത്തിൻ്റെ ഫലമായി വലിയ തിരിച്ചടി UP പോലെ അയോധ്യ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായി. മോഡിയുടെ ഭൂരിപക്ഷം കുറഞ്ഞു. അവിടെ മാത്രമല്ല, മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ ഒക്കെ പുറകോട്ടടി ഉണ്ടായി, ചില സ്ഥലങ്ങളിൽ ഉണ്ടായില്ല. ഇനി അങ്ങ് പറഞ്ഞ ഈ പച്ചക്കൊടിയുടെ കാര്യം ഏറ്റവും വൃത്തികെട്ട BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ ഫലം കൂടിയല്ലേ അത്? ആ ഫലം കൊണ്ടല്ലേ അത്? പച്ചക്കൊടി കണ്ടാൽ ഉടനെ പാകിസ്ഥാൻ്റെ കൊടിയാന്ന് പറയുന്ന ആ വൃത്തികെട്ട രാഷ്ട്രീയം നിങ്ങളല്ലേ കൈകാര്യം ചെയ്തത്? മുസ്ലിം ലീഗിൻ്റെ പച്ചക്കൊടി എത്ര കാലമായി കേരളത്തിലുണ്ട്? അതൊന്നും പോട്ടെ. ഇനി കുടുംബവാഴ്ചയുടെ കാര്യം ഞാൻ പറയുന്നില്ല. രാഹുൽ ഗാന്ധി തന്നെ ഒരു ട്വീറ്റ് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പെട്ടു 100 ഇടങ്ങളിലെങ്കിലും BJP സ്വന്തം മക്കളെ, മരുമക്കളെ, ബന്ധുക്കളെ ഒക്കെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എണ്ണത്തിലേക്ക് പോകുന്നില്ല. ഇനി ഗോപീഷൻ ചോദിച്ച പോയിന്റിലേക്ക് വന്നാൽ വളരെ കൃത്യമായി പറയാം. പ്രിയങ്ക ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിനും കേരളത്തിൽ UDFനും വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2019 എന്താ ഇവരൊക്കെ പറഞ്ഞത്? രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വന്നത് കൊണ്ടാണ് 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞിട്ടാണ് UDFന് 19 സീറ്റ് കിട്ടിയത്. ഇത്തവണ UDFന് ഇത്തവണ 18 സീറ്റ്, ഒരു സീറ്റ് കുറഞ്ഞു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവില്ല എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പ്രശ്നം ദേശീയ നേതാക്കൾ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ വരിക എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള കാര്യമാണ്. അത് സംസ്ഥാന നേതാക്കൾ ഏതെങ്കിലും അച്യുതാനന്ദൻ മലമ്പുഴയിൽ മത്സരിക്കാൻ പോയത് തീർച്ചയായും ഒരു വലിയ പ്രാധാന്യമുള്ള സംഗതിയായിരുന്നു. അദ്ദേഹം ആലപ്പുഴക്കാരനാണ്, അദ്ദേഹം മത്സരിച്ച് മലമ്പുഴയിലാണ്. അതിനെന്താ കുഴപ്പം? ജില്ല മാറി മത്സരിക്കുന്ന പോലെ സംസ്ഥാനം മാറി മത്സരിക്കാൻ ഇതിൽ കഴിയും. അതിലൊന്നും നമ്മൾ കാണണ്ട, അതിനൊന്നുമല്ല ഞാൻ കാണുന്നത്. ഇനി മാത്രമല്ല, വനിതാ MP എന്നുള്ളത് മാത്രമല്ല ഞാൻ കാണുന്നത്. വനിതകളുടെ വിഷയത്തിൽ നേരത്തെ ജിൻഡോ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുകയും BJPയുടെ ഭരണകാലത്ത് സ്ത്രീകൾക്കെതിരായി ഉണ്ടായ നിരവധി അതിക്രമങ്ങളിൽ അത് സ്ത്രീപക്ഷത്തു നിന്ന് ജനപക്ഷത്തു നിന്ന് പോരാടുകയും ചെയ്ത ആളാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ആജ്ഞാശക്തി ഉണ്ട്. അവർ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് കേരളത്തിൽ ഒരു മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നത് അത് തീർച്ചയായും ഇമ്പോർട്ടൻ്റ് ആണ്. ദക്ഷിണേന്ത്യ, ഇനി പൊന്നാപുരം കോട്ടയാണോ മറ്റൊന്നൊക്കെ അത് ഗോപികൃഷ്ണൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ മുന്നണികളായി മത്സരിക്കുന്ന കഴിഞ്ഞവണ ADMKയുടെ കൂടിയാണ് തമിഴ്നാട്ടിൽ മത്സരിച്ചത്. TDP ഇല്ലെങ്കിൽ ആന്ധ്രയിൽ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല. ഇതൊക്കെ നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല. അപ്പം TDPയുടെ കൊടി ഊട്ടിക്കെട്ടിയാണ് ആന്ധ്രയിൽ മത്സരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? മുമ്പ് അകാലിദൾ പഞ്ചാബിലുണ്ടായിരുന്നു, പല കക്ഷികളും ഉണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതൊക്കെ മുന്നണി രാഷ്ട്രീയത്തിൽ അതൊക്കെ വരും. ഇനി UDF എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൽ മത്സരിക്കുന്നത് എന്നതുകൊണ്ട് UDFിൽ എല്ലാ കക്ഷികളുടെയും പിന്തുണ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടും. അതുകൊണ്ട് അവരുടെയൊക്കെ കൊടി വെക്കണോ വേണ്ടിയോ എന്നുള്ളതൊക്കെ അവർ തീരുമാനിക്കും. ശരി, അതേതായാലും മറ്റൊരു വിഷയമാണ്. ഡോക്ടർ ജിൻഡോ, വയനാട്ടിൽ മുസ്ലിം ലീഗിന്റെ തോളത്തിരുന്ന് വീമ്പ് പറയുന്ന കോൺഗ്രസ് അപ്പോൾ വലിയ അലങ്കാരങ്ങളൊന്നും വേണ്ട പ്രിയങ്ക ഗാന്ധിയുടെ കന്നി മത്സരം വയനാട്ടിൽ ആകുന്നതിന്. ഇതാണ് ശ്രീ JR പത്മകുമാർ പറഞ്ഞത്. ശ്രീ ഗോപി, ഇതിൽ അദ്ദേഹം 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് മാത്രം പോയിന്റ് ചെയ്ത് അതിന് മാത്രം മറുപടി പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്നത് 2014 നരേന്ദ്രമോദി വാരാണസിയിലും വഡോദരയിലും മത്സരിച്ചു ഒരേ സമയം. അന്ന് അദ്ദേഹം മത്സരിച്ച 2 മണ്ഡലങ്ങളിലും പ്രസംഗിച്ചിരുന്നോ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഏത് മണ്ഡലം ഉപേക്ഷിക്കുമെന്ന്?
അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞ BJP-കാരൻ്റെ ന്യായം ശരിയാണെന്ന് നമ്മൾക്ക് സമ്മതിക്കാം. അദ്ദേഹം വഡോദര ഉപേക്ഷിച്ചു, വാരാണസിയുടെ കൂടെ നിന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം വഡോദരക്കാരെ വഞ്ചിച്ചുകൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവർ ഉന്നയിക്കുന്ന വാദങ്ങൾ അനുസരിച്ചിട്ടാണെങ്കിൽ ഇവർ ചോദിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ചിട്ടാണ്. ഇദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഫാക്ച്വൽ എറേഴ്സ് ആണ്. ഇവിടെ ഇലക്ഷൻ 7 ഘട്ടമായിട്ട് തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ UDF-ഓ അല്ല, ഇന്ത്യ മുന്നണിയോ അല്ല, ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനാണ്. അതെന്തിനാ? നരേന്ദ്രമോദി എന്ന് പറഞ്ഞ 10 വർഷം ഈ രാജ്യം ഭരിച്ചിട്ട് ഒരു വികസന നേട്ടം പോലും അവകാശപ്പെടാനില്ലാത്ത ഒരു പ്രധാനമന്ത്രിക്ക് ഈ രാജ്യം മുഴുവൻ നടന്ന് വർഗീയതയും വിദ്വേഷവും വിഷവും വിളമ്പാൻ വേണ്ടിയിട്ട് അവസരം കൊടുക്കാൻ 7 ഘട്ടമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കേരളത്തിലെ ഇലക്ഷന് ശേഷം 5ാം ഘട്ടത്തിൽ നടക്കുന്ന റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ട് വയനാട്ടിൽ പ്രസംഗിച്ചില്ല എന്ന് പറയുന്നത് ഫാക്ച്വൽ ആയിട്ടുള്ള എററാണ്. അദ്ദേഹം വീണ്ടും അത് ആവർത്തിച്ചതുകൊണ്ട് കള്ളം മനഃപൂർവ്വം പറഞ്ഞതായിട്ട് വേണം നമ്മൾ കാണാൻ. രണ്ടാമത്തത്, ഇവർ പറയുന്നത് ഇവർ വലിയ ഭയങ്കരന്മാരായിട്ടുള്ള ആളുകളാണെന്നാ. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിങ്ങളുടെ സീറ്റ് എണ്ണം ഇത്രയധികം കുറഞ്ഞു പോയത്? നിങ്ങൾ വലിയ മിടുക്കരാണെന്നല്ലേ പറഞ്ഞ്. മഹാരാഷ്ട്രയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത്? അതിന് ഉത്തരം പറയണ്ടേ? മണിപ്പൂരിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത്? നിങ്ങളുടെ സംസ്ഥാന മുഖ്യമന്ത്രി അടക്കം ഭരിക്കുന്ന സംസ്ഥാനത്ത് നിങ്ങൾ പരാജയത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിനെല്ലാം ഉത്തരം കണ്ടെത്തുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് അവരെ വഞ്ചിച്ച, കള്ളച്ചൂത് കാണിച്ച നരേന്ദ്രമോദിക്ക് ജനങ്ങൾ കൊടുത്ത മറുപടിയാണ് 2024 ഇലക്ഷൻ റിസൾട്ട്. നിങ്ങൾ അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോൾ JDU-വും നിതീഷ് കുമാറിന്റെ ജനതാദളും TDP-യും കൊടുത്ത ആ വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ജീവശ്വാസം എടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിന്റെ പ്രതിനിധി വന്നിരുന്ന് പറയുകയാണ് ഞങ്ങൾ ജയിച്ചുവെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ കേവല ഭൂരിപക്ഷത്തിൽ താഴേക്ക് പോയത്? അതിനെക്കുറിച്ച് പറയൂ. ഞങ്ങളുടെ 50 സീറ്റിൽ നിന്ന് ഞങ്ങൾ 102, 101 ഒക്കെ ആയിട്ട് ഞങ്ങളുടെ സീറ്റ് എണ്ണം ഇരട്ടിയാക്കുമ്പോൾ നിങ്ങളുടെ കൂടെ സർവ്വസന്നാഹങ്ങളും ഉണ്ടായിരുന്നു, സാമ്പത്തിക സ്രോതസ്സുകൾ ഉണ്ടായിരുന്നു, ഈ രാജ്യത്തെ അദാനിയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റുകൾ ഉണ്ടായിരുന്നു, ഇലക്ഷൻ കമ്മീഷനും ജുഡീഷ്യറി അടക്കം ഭരണഘടനാ സ്ഥാപനങ്ങൾ മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ നടത്തിയ കള്ളച്ചൂതിനെ അതിലംഘിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ഇത്ര വലിയ വിജയം നേടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളാണ് വിജയിച്ച ആളുകൾ. വിജയിച്ച ഞങ്ങൾ എന്ന് പറയാൻ കാരണം തോറ്റു എന്ന് നിങ്ങൾ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പത്രക്കാരെ കണ്ട് അഭിമുഖം കൊടുത്ത് സംസാരിച്ചിട്ട് പോലും നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് പത്രക്കാരെ അഭിമുഖീകരിക്കാൻ ഈ നിമിഷം വരെ തയ്യാറാകാത്തത്? എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം മരിച്ച വീട്ടിനേക്കാൾ ശ്മശാന മുഖമായിട്ടല്ലേ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യത്തിൽ നിന്ന് ജയ് ജഗന്നാഥ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യം പറിച്ചു നട്ടത്? അത് നിങ്ങൾ മണത്ത പരാജയത്തിന്റെ ഫലം കൂടിയാണ്. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധി നിങ്ങൾ ഹിന്ദി ഹൃദയഭൂമി എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അവിടെ വന്ന് അദ്ദേഹം മത്സരിച്ച് ജയിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 4-1 കുറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതിന്റെ 3 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. ഇനി അടുത്ത നിങ്ങൾ പറയുന്നത് ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ലീഗിന്റെ കൊടി ഞങ്ങൾ ഉപയോഗിച്ചില്ലെന്ന്. അത് ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമാണ്. ഞങ്ങൾ ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഞങ്ങളുടെ ഘടകകക്ഷികളുടെ കൊടിയും ഉയർത്തിക്കൊണ്ട് പ്രചരണം നടത്തിയ 2019 തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞില്ലേ പാകിസ്ഥാന്റെ കൊടിയാണെന്ന്? JR പത്മകുമാറിന് അത് തിരുത്തി പറയാൻ പറ്റുമോ? നിങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവല്ലേ? ഈ കേരളത്തിൽ ലീഗുകാർ ഉപയോഗിക്കുന്ന കൊടി പാകിസ്ഥാന്റെ കൊടിയാണോ അല്ലയോ എന്ന് ഉത്തരം പറയാൻ താങ്കൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളെ അംഗീകരിക്കാം. നിങ്ങൾ അങ്ങനെ കള്ളച്ചൂത് നടത്തും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തത്. ഞങ്ങളുടെ പാർട്ടിയുടെ കൊടികൾ, ഞങ്ങളുടെ മുന്നണിയിലുള്ള പാർട്ടികളുടെ കൊടികൾ എപ്പോൾ ഉപയോഗിക്കണം തീരുമാനിക്കാനുള്ള രാഷ്ട്രീയ അവകാശമെങ്കിലും ഞങ്ങൾക്ക് തരൂ പത്മകുമാറെ. ശരി, ശ്രീ JR പത്മകുമാർ താങ്കളുടെ മറുപടി കൂടി. നിങ്ങൾക്ക് വേണം. ഞങ്ങൾ പറയുന്നത് കേട്ടോട്ട് കൊടി താഴ്ത്തി വെക്ക്. അല്ല, ഞങ്ങൾ പറയുന്നത് കേട്ടുകൊണ്ട് കൊടി താഴ്ത്തി വയ്ക്കല്ലേ ചെയ്യേണ്ടത്. അങ്ങനെ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടും നരേന്ദ്രമോദി ഒരു അക്ഷരം പോലും പറയാതെ ഓടി ഒളിച്ചത് എന്തുകൊണ്ടാണ്? മൗനത്തിന്റെ മഹാഭാരതത്തിൽ ഒളിച്ചത് എന്തുകൊണ്ടാണ്? അങ്ങനെ വലിയ ധൈര്യശാലികളാണെങ്കിൽ രാഹുൽ ഗാന്ധിയോടോ പ്രിയങ്ക ഗാന്ധിയോടോ എന്തിനാ മല്ലികാർജുൻ ഖാർഗെയോടെങ്കിലും നിങ്ങൾ പ്രസംഗിക്കാൻ നിങ്ങൾ സംവാദത്തിൽ തയ്യാറുണ്ടോ? ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു പത്രമാധ്യമക്കാരനെ, ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനെ നേരിട്ട് കണ്ട് ശരി ഡോക്ടർ ജിൻഡോ, ഇനി ശ്രീ JR പത്മകുമാർ ഒന്ന് പറയട്ടെ, അദ്ദേഹത്തിന് പറയാനുള്ളതൊന്ന് കേൾക്കാം. ശരി, ശ്രീ JR പത്മകുമാർ. ഞങ്ങൾ രാഷ്ട്രീയമായി ഞങ്ങൾ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് കൊടി താഴ്ത്തിപ്പിടി ലൂഗിന്റെയും കോൺഗ്രസിന്റെയും കൊടി താഴ്ത്തിപ്പിടിക്കുകയാണോ നിങ്ങളുടെ ധൈര്യം? 2, നിങ്ങൾ വലിയ ഹിന്ദി ഹൃദയഭൂമിയിൽ വിജയിച്ചു എന്ന് പറഞ്ഞല്ലോ. 99 സീറ്റിൽ ഞങ്ങളും നിങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് എവിടെ? എത്രയാ? 50 സീറ്റിന് താഴെ. 50 സീറ്റിന് താഴെ. അതിൽ 17 എണ്ണം കേരളത്തില്.
ബാക്കിയുടെ കുറെ മുന്നണികളുടെ കൂടെ കൂടിയിരുന്ന് കുറച്ച് സീറ്റ് നേടിയെടുത്തതിന് ശേഷം 99 സീറ്റ് നേടിയതിനു ശേഷം BJP ഹിന്ദി ഭൂമിയിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നു പറയുന്നത് എന്ത് കണക്കാണ്? നിങ്ങൾ തൽക്കാലം BJP പരാജയപ്പെടുത്തിയെന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഇന്ത്യ മുന്നണി അല്ല, ആ വിജയത്തിന്റെ തിളക്കം എന്താണെന്ന് അറിയാമോ ശ്രീ JR പത്മകുമാർ? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം മുഴക്കിയ BJP-യാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് 99 സീറ്റിൽ കോൺഗ്രസ് നിൽക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് നിങ്ങൾ പറഞ്ഞിടത്താണ് കേരളത്തിലെ 19 ലോക്സഭാ സീറ്റിൽ UDF വിജയിച്ചു നിൽക്കുന്നത്. ഗോപികൃഷ്ണ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് എന്തിനാ? നരേന്ദ്രമോദിയെ താഴെ ഇറക്കുമെന്നല്ലേ പ്രചരണം നടത്തിയത്? എല്ലാ സ്ഥലത്തും പറഞ്ഞത് BJP ജയിക്കില്ല, മോഡി അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസിൽ പന്തൽ വരെ ഇട്ടതല്ലേ. എന്നിട്ട് എന്തായി? മോഡിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞോ? NDA താഴെ ഇറക്കാൻ കഴിഞ്ഞോ? ഞങ്ങൾക്ക് സീറ്റ് കുറഞ്ഞു, ഞങ്ങൾ സമ്മതിച്ചു. NDA ഭരണം അവസാനിക്കാനല്ലേ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയത്? ആനി രാജയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഒരുമിച്ച് കൂടിയത് അതിന് വേണ്ടിയിട്ടല്ലേ? അവര് പറഞ്ഞ ആ കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറയുക? ശരി ഡോക്ടർ ജിൻഡോ, ഞങ്ങൾ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങളുടെ ഫലമായിട്ട് ഞങ്ങൾ മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കി. ഇപ്പോൾ NDA സർക്കാർ എന്ന നരേന്ദ്രമോദി പോലും പറയുന്നത്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു മോദി സർക്കാർ എന്ന. എന്തുകൊണ്ട് ധൈര്യമുണ്ട് അദ്ദേഹത്തിന് മോദി സർക്കാർ എന്ന് പറയാൻ? ധൈര്യമില്ലാത്ത NDA സർക്കാർ എന്ന് പറയുന്നത്. ശരി, ഏതായാലും പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ കന്നി മത്സരത്തിനെത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്താണ് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി.